കല്യാണത്തിനോ ടൂറിനോ പോകാൻ വേണ്ടി നീ AC ബസ് എടുത്ത് കാശ് കളയണ്ട. KSRTC AC ബസ് ഒരു 4300 പോകാൻ റെഡിയാ. 3800 രൂപയ്ക്ക് സൂപ്പർ ഫാസ്റ്റ്. വേണാടൊക്കെയാണെങ്കിൽ വെറും 3600 രൂപ. ഇനി മൾട്ടി ആക്സൽ ബസ് ആണെങ്കിൽ വെറും 5300 രൂപയ്ക്ക്. KSRTC ഇത്രമാത്രം സൗകര്യം ഉണ്ട്, പലർക്കും അറിയത്തില്ല എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ KSRTC ബിൻസാറുണ്ട്. ബിൻസാറേ, നമസ്കാരം. ഈ വണ്ടികളൊക്കെ ഈ റേറ്റ് കൊടുക്കുന്ന ഉള്ളതാണോ? ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് വണ്ടിയാണോ വേണ്ടത് ആ വണ്ടിക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അഭിരുചിക്കും അനുസരിച്ച് വണ്ടികൾ സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഷോർട്ട് വീൽ ബസ് മുതൽ മൾട്ടി ആക്സൽ ബസ് വരെ നമുക്ക് KSRTC നിന്ന് കൊടുക്കുന്നുണ്ട്. സാറേ, 3800 രൂപയ്ക്ക് നമുക്ക് സൂപ്പർ ഫാസ്റ്റ് റെന്റ് എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ എത്ര കിലോമീറ്റർ അതിന്റെ ദൂരപരിധിയും കാര്യങ്ങളും? 40 കിലോമീറ്റർ ആണ് പറയുന്നത്. 4 മണിക്കൂറിനുള്ളിൽ 40 കിലോമീറ്റർ. ഏത് വണ്ടിയാണെങ്കിലും 4 മണിക്കൂർ 40 കിലോമീറ്റർ അതാണ് പറയുന്നത്. അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഒരു സ്ലാബ്. അതിനടുത്ത് മേളിലേക്ക് 8 മണിക്കൂറിന്റെ സ്ലാബ് ഉണ്ട്. പിന്നെ 12 മണിക്കൂറിന്റെയും 16 മണിക്കൂറിന്റെയും 4 സ്ലാബായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കല്യാണ ആവശ്യത്തിനോ ടൂർ പോകുന്നതിനോ അതുപോലെ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നതിനൊക്കെ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. ആവശ്യത്തിന് എങ്ങനെ ഇത് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു? ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ സമീപത്തുള്ള KSRTC ഡിപ്പോയിൽ ചെല്ലുക. സ്റ്റേഷൻ മാസ്റ്റർ എടുത്തോ അല്ലെങ്കിൽ യൂണിറ്റ് അധികാരി എടുത്തോ റിക്വസ്റ്റ് കൊടുക്കുക. 2000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. വേണാട് ബസ് മുതൽ മൾട്ടി ആക്സൽ ബസ് വരെ ഏത് ബസ്സാണോ സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാം. വിത്ത് ഡ്രൈവർ, വിത്ത് ക്രൂ. വിത്ത് ക്രൂ ആണ്. അപ്പം എല്ലാ സംവിധാനവും ഇതിന് കൊടുത്തിട്ടുണ്ടാവും. KSRTC ആണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും അടിച്ചു പൊളിച്ച് പോകാൻ പറ്റും. നമ്മുടെ ബസ്സിനകത്ത് TV ഉള്ള ബസ്സുകൾ വരെ നമുക്കുണ്ട്. അപ്പൊ പിന്നെ അതിന് അനുസൃതമായ ട്രോളി സ്പീക്കറോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് KSRTC. അപ്പൊ നമ്മുടെ KSRTC ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് പലർക്കും അറിയാൻ വളർന്നു. എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലായിരുന്നു അല്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഡിപ്പോയിൽ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്തോ. അപ്പൊ KSRTC ഇനിയുള്ള യാത്രയൊക്കെ അടിച്ചു പൊളിക്കാട്ടോ.